ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്നൊരു അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ? പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിതവിടെ 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തത്. ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനിതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതേപോലെ ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കുക്കർ അടച്ച് വെച്ചൊന്ന് വിസിലടിച്ചെടുക്കുന്നുണ്ട്. ഇറച്ചി ഒന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മസാലയിലേക്കുള്ള ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. സാധാരണ ഞാൻ കൈമേലാണ് കേട്ടോ ഉള്ളി അരിയൽ. അപ്പോൾ ഒന്ന് സമയമില്ലാത്തതുകൊണ്ട് ഇതിൽ അരിഞ്ഞെടുക്കുകയാണേ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്ത് മേലിടാൻ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. മസാല ഉണ്ടാക്കാനുള്ള ഒരു പാന് ഞാൻ എന്താ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓയിലൊന്ന് ചൂടായതിന് ശേഷം അരിഞ്ഞ് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്ന് വാടി കിട്ടുമല്ലോ. അപ്പോൾ അതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഉള്ളി വാടാൻ എന്തായാലും കുറച്ച് സമയം എടുക്കല്ലോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഞാനിതാ ഇവിടെ ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് വാടി കിട്ടുകയും ചെയ്യുക. അപ്പോൾ അതിന് ശേഷം ഞാനിതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ബിരിയാണിക്ക് പ്രത്യേകിച്ച് പണിയുള്ളത് ഇതേപോലെ മസാലകളൊക്കെ റെഡിയാക്കി എടുക്കാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ അതാ ഞാൻ ഇതൊന്ന് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടിയാണ് ഇതിലേക്ക് വേണ്ടത്. അതും കൂടി ഞാൻ ഇതിലേക്കൊന്ന് റെഡിയാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാടാൻ വെച്ച ഉള്ളി ഏകദേശം റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. നോക്കാമേ. അപ്പോൾ അതാക്കണ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മല്ലിച്ചപ്പ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതാ ഒന്നുകൂടെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഇതാക്കണം ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലുള്ള വെള്ളം, ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. കാരണം നമ്മൾ മസാല വേവിക്കുമ്പോൾ അതിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്യാവേ. അപ്പോൾ അതാ ഉള്ളി ഏകദേശം വെന്ത് റെഡിയായി വരുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ബീഫ് മസാല, ഇനി 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇനി എന്ത് ചെയ്യുക, ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്നുകൂടി മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത മസാലപ്പൊടികളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യുക, മസാല വെയിറ്റ് ചെയ്യുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് അണ്ടിയും മുന്തിരിയും അതേപോലെ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മസാല ഇതാക്കണ ഇതിൽ മസാലേൻ്റെ പൊടികളൊക്കെ നന്നായി പിടിച്ച് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് ബിരിയാണിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ ഇതിലേക്ക് ബിരിയാണീൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടില്ല, ലാസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മസാല റെഡി ആയതിന് ശേഷം, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ഞാനൊരു മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ അതാ ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് ചെറിയൊരു പണി കിട്ടിയിട്ടോ, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മസാല അത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ കട്ട കുത്താൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതാ അടിപൊളി മസാല ഇതാ ഇവിടെ, ബീഫിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇനി ഇതിലേക്കുള്ള നെയ്ച്ചോറാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് വേണ്ടി ഞാനിതവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ, അതേപോലെ ഒരു 3-4 ഏലക്കായ, 2 പട്ട, 2-3 ഗ്രാമ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ച വലിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതെ, ഈ ഒരു പാത്രത്തിൽ 1 പാത്രം അരിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിൽ 2 പാത്രം വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരി എടുക്കുന്നതിൻ്റെ ഡബിൾക്ക് വെള്ളമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതാ ഇതൊന്ന് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കുള്ള അരി ഒന്ന് കഴുകി വെച്ചതിന് ശേഷം ഞാൻ പുറത്ത് പോയി കുറച്ച് വാഴൻ്റെ ഇല എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ദമ്മിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വാഴൻ്റെ ഇല എടുക്കാൻ പോകുന്നത്. അപ്പോൾ വാഴൻ്റെ ഇല വെച്ച് ദം ചെയ്യുമ്പോൾ നമ്മൾ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതെ, നമ്മളെ വീട്ടിൽ വാഴയൊന്നും ഇല്ല, അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ വാഴ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത്. വാഴൻ്റെ ഇലയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ഇതാ വെള്ളം തളിച്ചിട്ടുണ്ട്. അരി കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് അതിൻ്റെ തോലും കൂടി അതിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് കട്ട പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ അതാ ചോറൊന്ന് വിസിലടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ നെയ്ച്ചോറ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നെയ്ച്ചോറിന് 1-2 വിസിലൊക്കെ ധാരാളമാണ് കേട്ടോ. ചില കുക്കറിനനുസരിച്ച് ചിലപ്പോൾ മാറ്റവും ഉണ്ടാവും. അപ്പോൾ അതാ ബിരിയാണി ഞാൻ ദം ഇടാൻ ഒരുങ്ങാണ്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച വാഴൻ്റെ ഇല ഉണ്ടല്ലോ, അത് കഴുകി ഞാനൊന്ന് വാട്ടിയെടുത്ത് നമ്മുടെ മസാലയിൽ ഇതേപോലെ നിരത്തി വെച്ച് ചുറ്റും ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ഇതാക്കണം ഞാൻ ഈ നെയ്ച്ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ലെയർ ആയിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തില്ലേ, ആ ഒരു അണ്ടിയും മുന്തിരിയും അതേപോലെ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം കുറച്ച് ബിരിയാണിപ്പൊടി ഉണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആ ബിരിയാണിപ്പൊടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും ചോറിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇതേപോലെ ചോറ് ഞാൻ ഫില്ലാക്കി എടുക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് എന്ത് ചെയ്യാണ്, ഒരു 10 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണേ. അപ്പോൾ ചൂടുള്ള മസാലയും ചോറും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആവി മുകളിലേക്ക് കയറും. അപ്പോൾ ഇതാ ഞാനൊരു അടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാനിതാ ദമ്മ് പൊട്ടിക്കുകയാണ്. വേറൊരു പാത്രം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ബിരിയാണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലൊരു സ്മെല്ല് തന്നെയാണ് കേട്ടോ ഈ ഒരു സമയം ദമ്മ് പൊട്ടിക്കുമ്പോൾ. അപ്പോൾ അതാ ബിരിയാണി ഞാൻ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ചോറും മസാലൻ്റെ ആ ഒരു കളറും കൂടി ഞാൻ മിക്സാക്കി എടുക്കുകയാണ്. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ആ ഒരു വാഴൻ്റെ ഇല ഉണ്ടല്ലോ, അതിൽ ലാസ്റ്റുള്ള ചോറ് ഞാൻ ആ ഒരു മസാലയിലേക്ക് തന്നെ തട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കുറച്ച് മസാലയിൽ ചോറും കൂടി മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം എന്ത് ചെയ്യാണ്, നമ്മളെ ചോറും കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ ബീഫ് ബിരിയാണി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു പെരുന്നാളിന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുത്തൻ റെസിപ്പിക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.